കൊള്ളാലോ. ഏതാ വീട്, താഴത്തെയാണോ മുകളിലത്തെയാണോ? താഴത്തെയാ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? കൊള്ളാം. ആകോക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എന്റെ സെലക്ഷൻ ഇന്ന് വരെ മോശമായിട്ടില്ല, നീ അടക്കം. അപ്പൊ ഞാനെന്താ മോശാണോ? അല്ലാത്തത് കൊണ്ടല്ലേ മേജർ സുർജിത് സിംഗിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ചേട്ടത്തിയെ പൊക്കിയത്. അച്ഛാ അച്ഛാ, എന്റെ പൊന്ന് ചേട്ടത്തി, ദേവി ഏത് ഹിന്ദി സംസാരിക്കുന്നു. സുധീർ സിംഗിന്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് അറിയാതെ വന്നു പോയതാണ് മോനെ. ഐശ്വര്യമായിട്ട് ആ ചാവി എടുത്ത് ഷൈനി കുഞ്ഞിന്റെ കൈ കൊടു. ഇങ്ങിതാ. കർത്താവേ, എന്നാ പിടി. അയ്യോ ഷൈനി, നെയ്യപ്പം. എന്നതാ നെയ്യപ്പോ? എവിടെ? നെയ്യപ്പം ഉണ്ണിയപ്പം ഒന്നുമല്ല, വേറൊരു കാര്യ. രാജേട്ടാ, ശ്രീദേവി, നീ ഇവിടെയാണോ താമസിക്കുന്നത്? രാജേട്ടാ, ഇതാ ഞാൻ എപ്പോഴും പറയാറുള്ള ഷൈനി. റോയിച്ച, ഇത് ശ്രീദേവി, ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാ. ഐ എം റോയ് രാജ്മോഹൻ. ഹലോ. അല്ലേ എല്ലാവരും പുറത്തന്നെ നിൽക്കണോ? മാതാവിനെ മനസ്സിൽ വിചാരിച്ചു വലതുകാലി വെച്ച് കയറിയട്ടെ. ചെന്നാട്ടെ. മുകളിൽ ഇത്രയും സൗകര്യമൊക്കെ ഉള്ളോ? ബെഡ്റൂം ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ ഹാള് കുറച്ചുകൂടെ വലുപ്പമുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ ധാരാളാ. രാജേട്ടനും ഞാനും മോള് മാത്രമല്ലേ ഉള്ളൂ. ഒരു കുട്ടിയുള്ളോ? ആ, നിനക്കിപ്പോ ഒന്നും വേണ്ടേ? ഓ, എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല. റോയിച്ചൻ പറയുന്ന 2 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നാ. ഈ മാരേജ് കഴിഞ്ഞ് ഉടനെ വയറും വീർപ്പിച്ച് നടക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. ഒരു മിനിമം 2 കൊല്ലമെങ്കിലും സുഖിച്ച് നടന്നിട്ട് മതി കുട്ടികളെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കണക്കിന് മാരേജ് കഴിഞ്ഞ് ഉടനെ കുട്ടികൾ ഉണ്ടാകുന്നത് നല്ലത്. റിട്ടയർഡ് ലൈഫിന് മുമ്പ് കുട്ടികളൊരു പൊസിഷൻ എത്തുമല്ലോ. ഷൈനിക്ക് കൊച്ചുകുട്ടികൾ എന്ന് വെച്ചാൽ ജീവനാ. ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇവള് ദിവസം ആ കുട്ടി എടുത്തോണ്ട് വന്ന് കണ്ണെഴുതിക്കും പൊട്ടുപിടിക്കും ഒക്കെ ചെയ്യും. ഞങ്ങൾ ഇവളെ വാരുമായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങാം. ഇന്നത്തെ ലഞ്ച് നമുക്ക് വീട്ടിലാകാം. ഓക്കെ ഓക്കെ. ഞാനിപ്പോ പറയാൻ വിചാരിച്ചതേ ഉള്ളൂ. ആ, അത് വെറുതെ. തന്നെ എനിക്കറിയാവുന്നല്ലേ. അത് പിന്നെ പഠിക്കണ സമയത്ത് കുറച്ച് പിശിക്കാതിരിക്കാൻ പറ്റുമോ? പോക്കറ്റ് മണി കൊണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നടത്താൻ. ഇപ്പൊ എന്ത് നോക്കാനാ? ബാങ്ക് മാനേജറുടെ ഭാര്യയല്ലേ. ആവശ്യത്തിനുള്ള പണം ബാങ്കിന് എടുത്താ പോരെ, അല്ലേ രാജേട്ടാ? പിന്നെ എനിക്ക് സമയമായി. അപ്പൊ ലഞ്ചിന്റെ കാര്യം മറക്കണ്ട. ഓക്കെ ഓക്കെ. വാ, നമുക്ക് മുകളിലേക്ക് പോവാം. വാ റോയിച്ച. നിങ്ങൾ പോയിക്കോ, ഞാൻ ആ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അല്ല ലോറിക്കാരന്മാരാകെ അലമ്പാക്കും. ചെന്നേ.